ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പപ്പങ്ങ കൊണ്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാദ്യം ഞാൻ പപ്പങ്ങ പ്രഷർ കുക്കറിൽ വേവിക്കും. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ അരച്ച് ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ പപ്പങ്ങക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പപ്പങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സൈസിലുള്ള പപ്പങ്ങ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പങ്ങ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച് ഈ പപ്പങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാറാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഈ കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങാപ്പീര. ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പപ്പങ്ങ നല്ല പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരച്ച മിക്സി കഴുകിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് സമയം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ കറി കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് കടുക് വറുക്കാനായിട്ട് നമുക്ക് ചെറിയ പാൻ ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് വറുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പങ്ങ കറി റെഡിയായി കഴിഞ്ഞ് ഈ റെഡിയായ കറി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കറി നമുക്ക് ചൂടോടുകൂടി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണിത്. നമുക്ക് വെറും ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.